നല്ല നിലയിൽ വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ തീന്മേശ നിറയെ കരയിലും കടലിലുമുള്ള ഭക്ഷ്യസാധനങ്ങൾ മുഴുവനും നിറത്തിവെച്ച് അതിഥികൾക്ക് വയറ് നിറച്ച് മനസ്സും വയറും ഒരേപോലെ നിറപ്പിച്ചു കൊടുക്കുന്ന ആളുകളാണ് കാസർഗോട്ടുകാർ. അത് കൊടുത്തിട്ട് വിളിച്ചു പറഞ്ഞാല് ഛർദിച്ചിട്ട് എടുത്തു തിന്നത് പോലെയാണ് സംഭവം. പോയില്ലേ സംഭവം? നമ്മളിത് കൊടുത്തിട്ട് ഞങ്ങളുടെ ഉസ്താദ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് തിന്നു, അയാൾ കോഴിക്കാല് നല്ലപോലെ കടിച്ചു തിന്നു, അയാൾ അങ്ങനെ തിന്നു ഇങ്ങനെ തിന്നു എന്ന് വിളിച്ചു പറഞ്ഞാല് എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഛർദിച്ചിട്ട് അത് തിന്നവനെ പോലെയാണ്. പ്രഭാഷണത്തിന് നമ്മളെ വിളിച്ചു, പ്രഭാഷണം നടത്തിയ പ്രഭാഷണത്തിൽ അവർ തീരുമാനിച്ച ഹദിയ, അതാണ് അതിന്റെ അർത്ഥം. ഹദിയ അവർ കൊടുക്കുന്ന ഒരു ഹദിയ. അത് എത്രയാകും? ഞാൻ പ്രസംഗിച്ചിട്ട് എന്റെ പോക്കറ്റിൽ കൊണ്ട് ഇരുട്ടിൽ കൊണ്ടുവച്ചു. 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ എണ്ണി നോക്കുന്നത്. 2 ദിവസം കഴിഞ്ഞാൽ എണ്ണി നോക്കാം. 2 ദിവസം ഞാൻ സാധാരണ പ്രസംഗം കഴിഞ്ഞിട്ട് ഉടനെ പോയി കാറിനകത്ത് വെച്ച് എണ്ണി ലൈറ്റിട്ട് ഞാൻ നോക്കാറില്ല. ഞാൻ അങ്ങനെ നോക്കാറില്ല. കണ്ടിട്ട് നമ്മുടെ KB മുഹമ്മദ് സാഹിബ് ഉണ്ടല്ലോ, ഞാൻ ഇവിടെ വന്ന് പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അറിയാം എനിക്ക് എത്ര രൂപ തന്നിട്ടുണ്ടെന്ന്. എനിക്ക് എത്ര രൂപ തന്നിട്ടുണ്ട് അദ്ദേഹത്തിന് തന്നെ അറിയാമല്ലോ, ഒരു കണക്കാണല്ലോ. മുഹമ്മദ് സാഹിബ് മോഹിച്ച സുഖമില്ലാതെ ഞാൻ ഇവിടെ ബോവിക്കാരൻ ടൗണിൽ പ്രസംഗിച്ചിട്ട് എനിക്ക് 7000 രൂപ വന്നിട്ടുണ്ട്. 7000 രൂപ നിങ്ങൾ വിശ്വസിക്കുക ഒരു വിഷയം. സുഖമില്ല, ഞാൻ പനി പിടിച്ചു വന്നിട്ട് ഇരുന്നാ പ്രസംഗിച്ചത്. അന്ന് 2 മണിക്കൂറോളം ഞാൻ പ്രസംഗിച്ചു. എനിക്കതിൽ കുറവായിട്ട് തോന്നിയിരുന്നെങ്കിൽ ഞാൻ പിറ്റേ ദിവസം അയാളെ വിളിക്കാൻ ഞാൻ വരില്ല. ഈ ദിവസവും ഞാൻ വരില്ല. എന്നെ ഇന്ന് വിളിച്ചതും അടുത്ത മാസത്തേക്ക് വിളിച്ചതും കഴിഞ്ഞ വർഷം വിളിച്ചതും ഒക്കെ ഇദ്ദേഹമാണ്. കുടുംബയോഗത്തിന് വിളിച്ച ഇദ്ദേഹമാണ്. അവരെന്താ പൈസ കുറഞ്ഞിട്ടെങ്കിൽ ഞാൻ വരുമോ പരിപാടിക്ക്? ഈ കാസർഗോഡ് ജില്ല എത്ര 5000 രൂപയ്ക്ക് പ്രസംഗിച്ചിട്ടുണ്ട്, 3000 രൂപയ്ക്ക് തന്നിട്ടുണ്ട്. പൈസ തന്നതായാലും തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് പറയല്ല, പക്ഷെ പറയിപ്പിച്ചത് നിങ്ങൾ തന്നെയാണ്. ഞാൻ അത്രയ്ക്കൊരു മാനസിക ടെൻഷനിലാണ്. കാരണം ഞാൻ ട്രെയിനിൽ ഇങ്ങനെ യാത്ര വരുമ്പോ ഇങ്ങനെ പറന്ന് പറഞ്ഞ കോളുകൾ വരുന്നു. മീഡിയക്കാർ വിളിച്ചു കാസർഗോഡ് ജില്ലയിൽ നിന്ന്. മീഡിയക്കാരോട് ഞാൻ കാര്യം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിത് പ്രഭാഷണം നടത്തുന്നുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ പറയും. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ഇൽമ പറഞ്ഞവർ കിട്ടിയിട്ടുണ്ടല്ലോ, അതാർക്കും ചർച്ച എന്തുവരെയും വന്നില്ലല്ലോ. എന്തുകൊണ്ട് സംഭവിച്ചത്? ഇപ്പൊ ഇത് മാത്രം പൈസ ചോദിച്ചു വാങ്ങി എന്ന ആർക്കെങ്കിലും ഒരു തെളിവ് അവരുടെ ഭാഗത്തുനിന്നോ നിങ്ങളുടെ ഭാഗത്തുനിന്നോ ആരുടെ ഭാഗത്തുനിന്നോ കൊണ്ടുവന്നാൽ EP അബൂബക്കർ ഖാസിം ഇന്നത്തോടു കൂടി വാദ പരമ്പര നിർത്തിയിട്ട് നാളെ വേറെ പണിക്ക് പോകും. മെക്കാട് പണിക്ക് പോകും ഇൻഷാ അല്ലാഹ്. മെക്കാട് പണിയില്ലേ, താബൂക്ക് എടുത്തു കൊടുക്കുന്ന പരിപാടി, ആ പണിക്ക് ഞാൻ പോകും ഇൻഷാ അല്ലാഹ്. യാതൊരു സംശയമില്ല. പരസ്യമായിട്ട് പറയുന്നു. ഹദ്ദാദുകാരെ വിളിക്കി. കാസർഗോഡ് ജില്ലയിലുള്ള ഏതെങ്കിലും ഒരു നാട്ടുകാർ, ഏതെങ്കിലും ഒരു മഹലിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രഭാഷണം നടത്തിയിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിലാണ്. ഈ കാസർഗോഡ് എന്റെ കാസറ്റ് കൂടുതലും കാസർഗോഡ് ജില്ലക്കാരുടെയാണ്. അപ്പൊ ഈ കാസർഗോഡ് ജില്ലയിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഏതെങ്കിലും ഒരു മഹല്ലത്തിൽ ഞാൻ വന്നിട്ട് എനിക്ക് ഇത്ര രൂപ വേണം എന്ന് ശാഠ്യം പിടിച്ച് പ്രസംഗിച്ച് അവരിൽ നിന്ന് പൈസ വാങ്ങിയതായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു തെളിവ് ഞാൻ വെല്ലുവിളിക്കുകയാണ്. ആർക്കെങ്കിലും എഴുന്നേറ്റെന്ന് പറയാമെങ്കിൽ ഞാൻ 100 വട്ടം സമ്മതിക്കുന്നു. ഞാൻ 19 വർഷമായി പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേ വരെ ഒരു മനുഷ്യനോട് പോലും, ഒരു സ്ഥലത്തും ഒരു വ്യക്തിയോട് പോലും ഞാൻ 1 രൂപ ഇത്ര വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആദ്യമായി കൂടുതൽ പൈസ കൊടുത്ത് പഠിപ്പിച്ചത് കാസർഗോട്ടുകാരാണ്. ഈ പ്രാസംഗികന്മാർക്ക്, ഈ തെക്കൻ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രഭാഷകർക്ക് മുഴുവനും ആദ്യമായിട്ട് കൂടുതൽ പണം കണ്ട് ഞാൻ വല്ലാഹി സത്യം ആദ്യമായിട്ട് പൈസ 20,000 രൂപ ആദ്യമായിട്ട് ഞാൻ എന്റെ കൈക്ക് വാങ്ങുന്നത് കാസർഗോഡ് ജില്ലയിൽ വന്നിട്ടാണ്. ഞാൻ ഇവിടെ വന്നിട്ട് തന്നെയാണ്. ഞാൻ മാത്രമല്ലല്ലോ, ഇപ്പൊ കബീർ ബാക്കവിയായാലും നൗഷാദ് ബാക്കവിയായാലും ഉസ്താദന്മാർക്ക് കൂടുതൽ പൈസ കൊടുക്കുന്നത് കാസർഗോട്ടുകാർ തന്നെയാണ്. പിന്നെ അത് ചിലപ്പോൾ വ്യക്തിപരമായിട്ടായിരിക്കും കൊടുക്കുന്നത്. സംഘടനയിൽ നിന്നിട്ട് അങ്ങനെ കൊടുക്കാറില്ല. പിരിക്കുന്ന പൈസയിൽ നിന്നും ആരും അങ്ങനെ കൊടുക്കാറില്ല. കൂടുതൽ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പൊ EP-യുടെ മുഹിബുകൾ കാണും, അവർ സ്പോൺസർ ചെയ്ത് കൊടുക്കുന്ന പൈസ ആയിരിക്കും. മറ്റുള്ളവർ കാണും, അവർ സ്പോൺസർ ചെയ്ത് കൊടുക്കുന്ന പൈസ ആയിരിക്കും. ആർക്കാണ് ഇത് കൊടുത്തത്? ഇൽമു പറഞ്ഞൊരു മനുഷ്യർക്കല്ലേ കൊടുത്തത്. അത് കൊടുത്തിട്ട് വിളിച്ചു പറയുമ്പോൾ അത് എത്രത്തോളം തരം താഴ്ന്ന ഒരു സ്വഭാവമായിരിക്കും. ഏറ്റവും കൂടുതൽ വിരുന്ന് സൽക്കാരം നടത്തുന്നവർ കാസർഗോഡ് ജില്ലക്കാർ. ഏറ്റവും കൂടുതൽ സത്യം ഈ ഖുർആനിന്റെ പരിശുദ്ധമായ ആയത്തിന്റെ ബർക്കത്തുകൊണ്ട് അവന്മാർ ഈ ദുനിയാവിൽ അനുഭവിക്കും. അത് യാതൊരു സംശയമില്ല. ആഖിറത്തിലും അവർക്ക് നാണം കെട്ട ശിക്ഷയായിരിക്കും. ഖുർആൻ കൊണ്ടുള്ള കാര്യമാണ്. ആവശ്യമില്ലാതെ മുഅ്മിനീങ്ങൾക്കിടയിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്നവർ ആരായാലും, ഏത് ദിക്കിൽ നിന്ന് വന്നായാലും, ഏത് കോലത്തിൽ നിന്ന് വന്നായാലും നോട്ട് ചെയ്ത് വെച്ചിട്ട്, റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് എല്ലാവർക്കും മെസ്സേജ് ചെയ്ത് തരും. EP അബൂബക്കർ ഖാസിം ഇങ്ങനെയാണ് പറഞ്ഞതെന്ന്. യാതൊരു പ്രശ്നമില്ല. എല്ലാവർക്കും അൽഹംദുലില്ലാഹ് പറഞ്ഞു തരും. കാരണം എനിക്ക് എപ്പോഴും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കാനൊന്നും പറ്റൂലല്ലോ. എപ്പോഴും മറുപടി പറയാൻ പറ്റൂല. അപ്പൊ ഞാൻ ഇന്ന് പോലെ ഒരു തീരുമാനം എടുത്തു. ഇൻഷാ അല്ലാഹ് ഇപ്പൊ ഏറ്റ ബുക്കിംഗ് അൽഹംദുലില്ലാഹ് പ്രസംഗിച്ച് അങ്ങ് തീർക്കുക. ഇനി ഈ കാസർഗോഡുള്ള പരിപാടി അങ്ങ് നിർത്താൻ ഒരു തീരുമാനം ഞാൻ ഇന്ന് എടുത്തിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് പുതിയ ബുക്കിംഗുകാരൊക്കെ തന്നെ വിളിച്ചിട്ട് വന്നിട്ടുണ്ട്. ദയവ് ചെയ്ത് പുതിയ ബുക്കിങ്ങിന് വരെയും വേണ്ട, വിളിക്കുകയും വേണ്ട. ഇൻഷാ അല്ലാഹ് വരുന്നുമില്ല. കുറെ പരിപാടി ഏറ്റിട്ടുണ്ട്, അതങ്ങനെ എങ്ങനെയുള്ള തീർക്കുക. അതാണ് എന്റെ ലക്ഷ്യം. കാരണം വെറുതെ എന്തിനാ അപമാനിതനാകേണ്ട കാര്യമില്ലല്ലോ.
ഇല്ല, അപമാനം ഞങ്ങളിപ്പോ തെക്കൻ കേരളത്തിൽ ഇവിടെ വന്ന് ഞങ്ങൾ നിങ്ങളുടെ അപമാനം കേൾക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ അതിഥികളായിട്ട് ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾക്ക് തന്ന പൈസ തന്നിട്ട് നിങ്ങൾ ആക്ഷേപിക്കാന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ വിവരമില്ലായ്മയാണ്, ഞങ്ങളുടെ കുഴപ്പമല്ല. നീ ത്യാഗം സഹിച്ച് അവിടെ എത്ര ദൂരം യാത്ര ചെയ്ത് ഇവിടം വരെ വന്നത് നിങ്ങളോടുള്ള ഒരു മെഹബത്തിന്റെ പേരിലാണ്, ഞങ്ങളുടെ 10,000 രൂപയ്ക്ക് വേണ്ടിയിട്ടല്ല. അല്ലാതെ ഒപ്പിക്കിയത് അബൂബക്കറിന്റെ വീടിന്റെ തൊട്ടടുത്ത് പോയി പ്രസംഗം. ഇന്നലെ എന്റെ മഹലിലായിരുന്നു പ്രസംഗം, എന്റെ മുന്നിൽ പൈസ കൊടുത്തു, ഞാൻ വാങ്ങിയില്ല. അവർ നിർബന്ധിച്ചേൽപ്പിച്ചു. അങ്ങനെയല്ല, ഇല്ല എനിക്ക് വേണ്ട, എന്റെ തൊട്ടടുത്ത് പ്രസംഗിച്ചാൽ എനിക്ക് കിട്ടും 10, 15, 20 ഒക്കെ വേണമെങ്കിൽ എനിക്ക് അതിനു വേണ്ടി പോകാം. എന്തിനത്ര ത്യാഗം സഹിച്ച് 640 കിലോമീറ്റർ യാത്ര ചെയ്ത് ഇവിടം വരെ വരണം? 640 എന്തിന്റെ പേരില സുഹൃത്തുക്കളെ? നിങ്ങളോടുള്ള ഒരു മഹബത്തും ഇൽമു കേൾക്കണമെന്ന് കാസർഗോട്ടുകാരെ കുറിച്ച് വാദോരാതെ പുകഴ്ത്തി പ്രസംഗിച്ചവനാ ഞാൻ. കാസർഗോഡ്, ദുബായില്, അബുദാബിയില്, ഏതെല്ലാം രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉലമാക്കളെ സ്വീകരിക്കുന്നവരും ബഹുമാനിക്കുന്നവരും അവർക്ക് മാന്യമായ നിലയിൽ പൈസ കൊടുക്കുന്നവരും ഇവരാണെന്ന് ഞാൻ അത്രയ്ക്കും പ്രസംഗിച്ചാളാ. പക്ഷെ എന്നെ കൊണ്ട് അതെല്ലാം തിരിച്ചു പറയിപ്പിക്കേണ്ട ഒരു ഗതികേട് വന്നില്ലേ? കൊടുത്തിട്ട് അത് വിളിച്ചു പറയുന്ന നാണം കെട്ട ഗതികേട്. അതാരായാലും ഏത് ഹദ്ദാദ് നഗറുകാരായാലും എന്തായാലും ഇത്രയും പൈസ ഉണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം വിളിച്ചാൽ മതി, അങ്ങനെ അല്ലെങ്കിൽ വിളിക്കണ്ട, കട്ട് ചെയ്ത് തരാം, ഹലാസ്. എനിക്കിപ്പോ പേടിയൊന്നുമില്ല. അള്ളാഹ് എനിക്ക് റബ്ബിനോട് മാത്രം എന്റെ റബ്ബിന്റെ മുന്നിൽ എനിക്ക് സമാധാനം മറുപടി പറഞ്ഞാൽ മതി. എനിക്ക് നാട്ടുകാരുടെ മുന്നിൽ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇൽമു പഠിച്ചത് ഞാനിതൊരു കച്ചവട ചരക്കാക്കാനല്ല, കച്ചവടത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ ഇൽമു പഠിച്ചല്ല. എനിക്കല്ലെങ്കിൽ നല്ല രീതിയിൽ എനിക്ക് വിലപേശാം, നല്ല രീതിയിൽ എനിക്ക് വിലപേശാം. പക്ഷെ ഇന്നേ വരെ ഇനി മരിക്കുന്നവരെ തൊണ്ടയിൽ ഹൽക്ക് അൽഹംദുലില്ലാഹ് റൂഹുള്ളിടത്തോളം കാലം ഞാൻ മരിക്കുന്നത് വരെയും ഇതൊരു ദഅവത്തായിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത്. ഇതൊരു ദഅവത്തായിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത്. അതല്ലാതെ കൊണ്ട് ഞാനിതൊരു ബിസിനസ് ആയിട്ട് ഞാൻ കാണുന്നില്ല. ഞാൻ വിലപേശയില്ല, വിലപേശിട്ടുമില്ല. അൽഹംദുലില്ലാഹ്. അതാണ് എന്റെ പോളിസി. അത് തന്നെയാണ് ഞാൻ കണ്ട കാസർഗോട്ടുകാരോട് എനിക്ക് പറയാനുള്ള എന്റെ ഒരു ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ വന്നുപോയ ഈ വാർത്തകൾക്ക് മറുപടിയായിട്ട് എനിക്കിത് പറയാനുള്ളൂ. അതിന് ആരായാലും എന്തായാലും തീർന്നിട്ടില്ല. 2 ദിവസം ഇന്നിങ്ങനെ കടന്ന് ഈ വിഴുപ്പ് കണ്ട മലക്കലായിരിക്കും. 2 ദിവസം. പിന്നെ ഇതിനകത്ത് ഗ്രൂപ്പ് കളികളുണ്ട്. ഓരോ വ്യക്തികൾക്ക് വ്യക്തി താല്പര്യം, അതിനകത്തുള്ള ഗ്രൂപ്പ് കളികളുണ്ട്. എന്തായാലും പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു ആയത്ത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷതു ഫില്ലദീന ആമനു ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയ വൽ ആഖിറ. മുഅ്മിനീങ്ങൾക്കിടയിൽ, സത്യവിശ്വാസികൾക്കിടയിൽ അനാവശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർ, ആവശ്യമില്ലാത്തത് പ്രചരിപ്പിക്കുന്നത്, അത് ഏത് തലത്തിൽ നിന്നായാലും ഏത് ദിക്കിൽ നിന്നായാലും ഏത് മൂലയിൽ നിന്നായാലും ദുനിയാവിലും ആഖിറത്തിലും അവൻ അനുഭവിക്കുക തന്നെ ചെയ്യും. ഈ ദുനിയാവിൽ അവൻ അനുഭവിച്ചിട്ടേ അവൻ മരിക്കുകയുള്ളൂ. അത് ഖുർആൻ കൊണ്ടുള്ള സത്യമാണ്. അബൂബക്കറിന്റെ വാക്കല്ല, പരിശുദ്ധ ഖുർആനിന്റെ വാക്കാണ്, അല്ലാഹുവിന്റെ കലാമാണ്. അല്ലാഹ് സത്യമാണ് നമുക്ക് പഠിപ്പിച്ചത്. സദഖല്ലാഹുൽ അലീം. ഖുർആൻ ആയത്ത് ഓതിയിട്ട് അല്ലാഹ് പറഞ്ഞത് സത്യമാണ്, വാസ്തവമാണ് എന്ന് നമ്മൾ പറയുന്നുവെങ്കിൽ ആ പരിശുദ്ധ കലാമാണ് പറയുന്നത്. മുഅ്മിനീങ്ങൾക്കിടയിൽ അനാവശ്യങ്ങൾ പ്രചണ്ഡമായ പ്രചാരം ഇളക്കിവിട്ട് ഗ്രൂപ്പ് കളിയുടെ പേരിൽ പാവപ്പെട്ടവരെ കരിവാരി തേക്കുന്നതിന് 1 ലക്ഷം രൂപ ലൈറ്റിന് ചെലവ്, 3.5 ലക്ഷം രൂപ സൗണ്ട് സിസ്റ്റത്തിന് ചെലവ്, 3 ലക്ഷത്തോളം രൂപ സ്റ്റേജിന്റെ ചെലവ്, തോരണം കെട്ടാനും കൊടി കെട്ടാനും അലങ്കാരത്തിനും എത്രയോ ലക്ഷം രൂപ, മന്ത്രിയെ കൊണ്ടുവന്ന് 3 ദിവസം 2 ദിവസം താമസിപ്പിച്ചാൽ 8 ലക്ഷം രൂപ ചെലവ്. അതെല്ലാം ഇവിടെ കണക്കുണ്ട്. അതൊന്നും പക്ഷെ വരുന്നില്ല, വന്നിട്ടില്ല. മുസ്ലിയാർക്ക് കൊടുത്തത് മാത്രം. ഇപിക്ക് ഏറ്റവും കൂടുതൽ ഇപി. ഞാൻ 2 ദിവസം പ്രസംഗിച്ചിട്ട് 1 ലക്ഷം ഒക്കെ തന്നത്. 1 ലക്ഷം അല്ല, അതിൽ നിന്ന് 5000 ആരടിച്ചു മാറ്റി. 95,000 രൂപയുള്ളൂ എണ്ണി നോക്കിയപ്പോ. 95,000 ഉള്ളൂ എണ്ണി നോക്കിയപ്പോ 95,000 രൂപ. അത് 5,000 രൂപ ആരോ അതിനകത്ത് നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട്. സംഭവം ഉള്ളത് നമ്മൾ എവിടെയും പറയും. നമ്മൾ വാങ്ങിയിട്ടില്ല എന്ന് നമ്മൾ പറയില്ല. ഇത് ചോദിച്ചതല്ല, വല്ലാഹി സത്യന്റെ പോക്കറ്റിൽ കൊണ്ടുവച്ച് ഞാൻ വീട്ടിൽ പോയി എടുത്ത് നോക്കുമ്പോ ഇത്രയും രൂപയാണ്. ഒരു സ്ഥലത്ത് നിന്ന് എനിക്ക് 1 ലക്ഷം രൂപ വന്നപ്പോൾ ഞാൻ വിളിച്ചു വെച്ച്, സഹോദര നിങ്ങൾക്ക് തെറ്റിയിട്ടുണ്ട്, 1 ലക്ഷം രൂപ ഉണ്ട് എന്റെ കയ്യിൽ തന്നത്. അതുകൊണ്ട് ഉസ്താദെ നിങ്ങൾക്ക് പ്രസംഗത്തിനൊന്നല്ല, നിങ്ങൾക്ക് ഹദിയായിട്ട് തന്നതാണ്. എന്നോട് വിളിച്ചു പറഞ്ഞ വാക്കാണ്. ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിച്ചാണ്, ഇത് കട്ടി കൂടുതലാണെന്നൊരു ഒരു ബാഗിൽ അവർ പൈസ തന്നു, കുറച്ച് ഹദികളൊക്കെ വെച്ചിട്ട് അത്തരം കത്തരും ഷാളും എല്ലാം കൂടെ എടുത്തു നോക്കിയപ്പോൾ നിങ്ങൾക്ക് തെറ്റി കാണും, ഈ ഒരു കെട്ട് കൂടി മാറിപ്പോയി, 1 ലക്ഷം രൂപ ഉണ്ട്. അപ്പൊ പറഞ്ഞില്ല, അത് നിങ്ങൾക്ക് വേണ്ടി ഹദിയായിട്ട് വെച്ചതാണ്, നിങ്ങൾക്കുള്ളതാണ്, അത് തെറ്റിയിട്ടില്ല എന്ന് ഞാൻ തിരിച്ചു വിളിച്ച് പറഞ്ഞാൽ പിന്നെ ഈ വേണം നീ 1 ലക്ഷം രൂപ വലിയ ഇന്ന് തന്നെ കൊടുക്കാൻ ഞാൻ നിയത്തി ചെയ്തിട്ടാ വന്ന പൈസ. നാളെ ഹദ്ദാദുകാരെ കണ്ടി പൈസ കൊണ്ടവിടെ കൊടുക്കാൻ പോവാണ് ഇൻഷാ അല്ലാഹ്. മനസ്സിലാവട്ടെ. അവിടെ ഞാൻ പറഞ്ഞ കാസർഗോട്ടേക്ക് ഞാൻ പോകുന്നുണ്ട്. ഞാൻ ഇൻഷാ അല്ലാഹ് അതിന് മറുപടി പറയും. അപ്പൊ എന്തായാലും ഇന്നത്തെ വിഷയം കറക്റ്റായിരുന്നു. സംഭവം ഞാൻ കണ്ട കാസർഗോഡ്, ഞാൻ വെച്ച വിഷയമല്ല, എന്നോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ കണ്ട കാസർഗോഡ് എന്താന്നുള്ളതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഖിയാമത്ത് നാളിന്റെ അടയാളം പറയാം ഇൻഷാ അല്ലാഹ്. പോരെ ഉസ്താദേ? മറുപടി മതിയല്ലോ.